നമുക്ക് അല്ലാഹുവിന്റെ കരുണ കിട്ടണോ, ചുറ്റുഭാഗത്തുള്ളവരോട് നമ്മളും കരുണ കാണിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് സൃഷ്ടികളിൽ നമ്മുടെ കരുണക്ക് ഏറ്റവും അവകാശപ്പെട്ടവരാണ്. നമ്മെ നൊന്തുപെറ്റ മാതാവും നമ്മെ വളർത്തി വലുതാക്കിയ നമ്മുടെ ബാപ്പയും അടങ്ങുന്ന മാതാപിതാക്കളാകുന്ന നമ്മുടെ രക്ഷിതാക്കൾ. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി, കാരുണ്യത്തിന്റെ വിനയത്തിന്റെ ചിറക് നീ അവർക്ക് താഴ്ത്തി കൊടുക്കണം. മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറക് നീ അവർക്ക് താഴ്ത്തി കൊടുക്കണം. അങ്ങനെ അവർക്ക് റഹ്മത്ത് കിട്ടാൻ വേണ്ടി നീ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അവർ നമ്മളോട് എത്രയാ കരുണ ചെയ്തത്, അവർ നമ്മോട് എത്രയാണ് കാരുണ്യവും വാത്സല്യമൊക്കെ കാണിച്ചത്, നമുക്ക് തിരിയൽ എപ്പോഴാണെന്നറിയോ? നമുക്കൊരു കുട്ടി ഉണ്ടാവുമ്പോഴാണ്. നമ്മൾ ബാപ്പയായിട്ടൊരു കുഞ്ഞിന്റെ മുഖം കാണുമ്പോ ആ പിതാവ് പിന്നെ ആ കുട്ടിയെ തെരുതുരാ ഉമ്മ വെക്കുന്നു, അതേപോലെ തന്നെ കൊണ്ടു നടക്കുന്നു, കൈകാലുകളുടെ വളർച്ച നോക്കി നിൽക്കുന്നു. അവന്റെ അനക്കവും അടക്കവും കണ്ണു തുറക്കലും ചിരിക്കലും കരയലും എല്ലാം അവൻ വലിയ ആനന്ദത്തിന്റെ അടയാളങ്ങളായി കാണുന്നു. അവന്റെ മലമൂത്ര വിസർജനത്തെ പോലും അവന് അറപ്പോ വെറുപ്പോ ആയി തോന്നുന്നില്ല. വലിയ പ്രതീക്ഷയോടെയാണ് ഒരു ബാപ്പ, ഒരു ഉമ്മ തന്റെ കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നത്. അങ്ങനെ വളർത്തി വലുതാക്കിയ നമുക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ബാപ്പ വേണ്ട, പിന്നെ ഉമ്മ വേണ്ട. എന്തേ കാരണം? ഒക്കെ മറന്നോ? നീ നിന്റെ കുഞ്ഞുമോനെ ഇപ്പൊ താരാട്ടുന്ന, അതേപോലെ തന്നെ ആ നിലക്ക് ലാളിക്കുന്ന, അതേപോലെയെങ്കിലും ചിലപ്പോ അതിന് 10 മടങ്ങായിരിക്കും സ്നേഹിച്ചിട്ടുണ്ടാവുക, ലാളിച്ചിട്ടുണ്ടാവുക, കൊഞ്ചിക്കുഴഞ്ഞിട്ടുണ്ടാവുക, ഓമനിച്ചിട്ടുണ്ടാവുക, പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. അതൊന്നും മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാ റബ്ബ് പറയുന്നത്, തിരിച്ചു കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റൂല. അള്ളാഹിനോട് തേട്, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അവരെന്നെ ചെറുപ്പത്തിൽ പരിപാലിച്ചതിന് തുല്യം കൊടുക്കാനൊന്നും എനിക്ക് പറ്റൂല. അത് നീയാ കൊടുക്കേണ്ടത്. നിന്റെ ഖജനാവിലെ അതിനൊക്കെ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് കൊടുക്കാനാ? എനിക്കതിന് കഴിയില്ല. അള്ളാഹുവെ നീ നൽകണം. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു വലിയ റഹ്മത്ത് ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും അവരുടെയൊക്കെ ഖബറുകളും സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.